ഇന്ന് നമുക്ക് താരതമ്യേന ഇല്ലാത്തതും എന്നാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതുമായ വളരെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നതുമായ ഒരു വറുതിയുടെ കാലത്തേക്ക് നമുക്ക് പോകാം. എൻ്റെ കുട്ടിക്കാലത്ത് വളരെ ക്ഷാമമുള്ളൊരു കാലമായിരുന്നു. ക്ഷാമമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇല്ലായ്മയാണ്. എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല, ഒന്നുമില്ല. ഇപ്പം കുറച്ചധികം പുരയിടം ഉള്ളവർക്ക് ചക്കയും മാങ്ങയും മരച്ചീനിയൊക്കെ കാണും. പുരയിടം കുറവുള്ളവർക്ക് അതുമില്ല, വാങ്ങിക്കാനും പൈസയില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭയങ്കരമായിട്ട് ക്ഷാമമുള്ളൊരു കാലമാണ്. ഈ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് തൂത്തുവാരിക്കൊണ്ടൊക്കെ പോയതിന് ശേഷം ഇതുപോലൊന്ന് ലെവലായി വരാൻ വർഷങ്ങളെടുത്തു. അത് അന്ന് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വളരെയധികം ക്ഷാമമാണ്. അതിനേക്കാളും ക്ഷാമമായിരുന്നു അതിന് കുറച്ചുകൂടെ, അതിനൊരു 10 കൊല്ലത്തിന് മുമ്പെന്നും പറഞ്ഞു കേൾക്കുന്നു. കാരണം എൻ്റെ അമ്മയൊക്കെ പറയും, ഞാൻ ജനിച്ചു കഴിഞ്ഞതിനൊക്കെ ആ ഒരു കാലഘട്ടം വന്നപ്പോഴേക്കും കുറേ മാറ്റം വന്നു, കുറേ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്നിട്ട് പോലും എനിക്ക് ആ ദാരിദ്ര്യം ഭീകരമായിട്ടാണ് അനുഭവപ്പെടുന്നത്, ഇല്ലായ്മ, കഷ്ടപ്പാട്. അപ്പം അതിന് മുമ്പുള്ള ദാരിദ്ര്യം എന്തുവായിരുന്നായിരിക്കും. അപ്പോൾ ആ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെ എൻ്റെ കുട്ടിക്കാലം കടന്നു പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടുള്ളത് വലിയ ജന്മിമാരുടെ മക്കളും ഉണ്ട്. എന്നാൽ ഈ ഹരിജനായിട്ടുള്ള പാവപ്പെട്ട ഒന്നുമില്ലാത്ത വീട്ടിൽ പിള്ളേരും ഉണ്ടായിരുന്നു. അതിൽ ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹരിജൻ വീട്ടിൽ, ഹരിജൻ എന്നൊക്കെ പറഞ്ഞാൽ വിഷമം തോന്നരുത്, എനിക്ക് കാര്യം പറയണമല്ലോ, അതിനു വേണ്ടി പറയുന്നതാണ്. ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ്റെ പേര് സേതു, ഒറിജിനൽ പേരാണ്. അവൻ കേട്ടിട്ട് ഇനി വഴക്കിന് വരുമെന്തോ. അപ്പം ആ സേതുവിന് വീട്ടിൽ ഒരു ചേട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ വയലിൽ പണിക്ക് പോകും. വയലിൽ അന്ന് നെൽകൃഷിയുണ്ട്, പാടത്ത് നെൽകൃഷിയുണ്ട്. നമ്മളിപ്പം തോട്ടുവരമ്പിൽ കൂടെ നടന്നൊക്കെയാണ് സ്കൂളിൽ പോകുന്നത്. വീതിയുള്ള വരമ്പിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന പുഴയും തോടെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. എന്നാൽ ഇടതുവശത്ത് കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കണം നെൽപ്പാടവും. അപ്പം ഈ നെൽപ്പാടത്ത് ഇവർക്ക് ജോലിയുണ്ട്. ഞാറ്റിൻ്റെ ഇടയിലുള്ള കള പറിക്കുക, പിന്നെ ഞാറ് നടൽ, കൊയ്ത്ത് കാലമാകുമ്പം അങ്ങനെയൊക്കെയുള്ള പണി ഉണ്ട്. പിന്നെ ഇതൊന്നും ഇല്ലാതാകുമ്പോൾ അവൻ്റെ അമ്മയുടെ പണിയാണ് ഞാൻ പറയുന്നത്. അമ്മയും ഒരു ചേട്ടന് മാത്രമല്ലേ വീട്ടിൽ, അവർ 2 പിള്ളേരേ ഉള്ളവർക്ക്. അപ്പോൾ ഈ പണികളില്ലാതിരിക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞാൽ കുറേ വീട് അവർ കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് നിലയും പുരയിടം, പശു കന്നുകാലികളൊക്കെ ഉള്ള വീട്. അപ്പോൾ അവിടെ ചെന്നിട്ട് പുല്ല് പറിച്ച് കൊടുക്കും. ഒരു പുല്ല് പറിച്ച് വലിയൊരു കെട്ടാക്കി രാവിലെ അങ്ങ് ഇറങ്ങും. കെട്ടാക്കി ഒരു വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള കൊടുത്തിട്ട് അവിടെ നിന്ന് വല്ല ഉച്ചഭക്ഷണം കഴിച്ച് ഇച്ചിരി കിട്ടുന്ന പൈസ മാറ്റിയിട്ട് അടുത്ത് വേറൊരു പറമ്പിൽ പോയി അടുത്ത് വേറൊരു വീട്ടിലേക്ക് അങ്ങനെ 2-3 വീട്ടിൽ പുല്ല് പറിച്ചുകൊണ്ട് കൊടുക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് ഇവർ വരുന്നത്. പിന്നെ അങ്ങനെ കഷ്ടമായിരുന്നു അന്നത്തെ കാലം, ഓർക്കാനേ വയ്യ. അങ്ങനത്തെ കാലത്ത് അപ്പം ഈ സേതു എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ചെറുക്കനുണ്ടായിരുന്നു. എന്നെക്കാളും എനിക്ക് തോന്നുന്നു ഒരു 2-3 വയസ്സ് കുറവ് കാണും. 2 വയസ്സെങ്കിലും എന്തായാലും കുറവ് കാണും. അപ്പം ഈ കുഞ്ഞു ചെറുക്കൻ അന്ന് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പോലെ ഈ പൗരസമിതി എന്നുള്ളൊരു സംഘടനയൊക്കെ അന്നുണ്ട്. പൗരസമിതിക്കാർ വന്നപ്പോൾ ഇത്തിരി ഉയർന്ന ജാതിയിലുള്ള ആൺപിള്ളേർ അവർ ഈ പാവപ്പെട്ട പിള്ളേർക്കൊക്കെ സൗജന്യമായിട്ട് ട്യൂഷൻ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യും. കണക്കും മലയാളം, വേറെ ഒന്നുമില്ല, കണക്കും മലയാളമൊക്കെ ട്യൂഷൻ എടുത്തു കൊടുക്കും. അപ്പോൾ ആ ട്യൂഷൻ ക്ലാസ്സിൽ ഞാനും സേതുവൊക്കെ പോയിട്ടുണ്ട്. സേതു ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആദ്യമൊക്കെ നല്ലതായിട്ട് ട്യൂഷനൊക്കെ നടക്കും. ഒരു 5-6 ദിവസം സാറന്മാരൊക്കെ വന്ന് പഠിപ്പിക്കും. സാറന്മാരെന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിക്കാനേറ്റവർ. പിന്നെ പയ്യെ ഓരോരുത്തരായിട്ട് പയ്യെ പുറകോട്ട് വരും. പഠിക്കാൻ വരുന്നവർ മാത്രം കാണും. പിന്നെ ആളില്ലാതെ വരുമ്പോൾ അതൊക്കെ ഉഴപ്പി പിന്നെ ആരും വരാതാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ട്യൂഷൻ എടുക്കാൻ ചെന്ന വീട്ടിൽ ഒരു പേരമരം ഉണ്ടായിരുന്നു. പേരമരത്തിനകത്ത് നിറയെ വലിയ പഴുത്ത പേരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാറന്മാരൊന്നും വരാത്ത സ്ഥിതിക്ക് ഈ സേതു ഈ പേരമരത്തിൽ കയറി 2-3 പേരയ്ക്ക പറിച്ചു. അന്നില്ലേ ക്ഷാമമൊക്കെ ഉള്ള കാലമല്ലേ, പേരയ്ക്കൊക്കെ കണ്ടപ്പോൾ പിള്ളേരും അല്ലേ, 2-3 പേരയ്ക്ക പറിച്ചിട്ട് 2 എണ്ണം 2 പോക്കറ്റിലിട്ടിട്ട് ഒരെണ്ണം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ്
പിന്നെ അതിൻ്റെ ഉടമസ്ഥൻ വരുന്ന കണ്ടോണ്ട് ഇവ ഓടിക്കളഞ്ഞു. ഇവ അങ്ങ് പോയി. എങ്ങോട്ട് ഓടിയൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്നും പോണ വഴിയെ ഞാനും പയ്യെ നടന്നങ്ങ് പോയി. നടന്ന് പോയപ്പം ഇവൻ ഇങ്ങനെ തോട്ട് വരമ്പിൻ്റെ ഒരറ്റത്തൊരു പാലത്തിലിരുന്ന് പേരയ്ക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. പേരയ്ക്ക തിന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചുവിടാ എൻ്റെ പേരയ്ക്ക എവിടെ? അപ്പോൾ അവൻ 2 പേരയ്ക്ക തിന്ന് 3ാമത്തെ പേരയ്ക്ക എൻ്റെ പേരയ്ക്ക എടുത്ത് അവൻ ഒരു കടിയും കടിച്ചു. അപ്പോൾ എനിക്കങ്ങ് വിഷമമായി. എന്നാലും എൻ്റെ പേരയ്ക്ക അവൻ കടിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പേരയ്ക്ക എവിടെ? അപ്പോൾ കടിച്ച പേരയ്ക്ക എടുത്ത് നിഷ്കളങ്കമായ അവൻ്റെ മുഖം എന്നും ഞാൻ ഓർക്കുന്നു. കടിച്ച പേരയ്ക്ക എടുത്ത് അവൻ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ പിടിച്ചു വാങ്ങിച്ചു. ഇങ്ങോട്ടോടെ എൻ്റെ പേരയ്ക്കയെന്നും പറഞ്ഞു. അപ്പം ഒരാൾ കടിച്ചത് തിന്നൂടെ കുട്ടി വേറൊരാൾക്ക്. പക്ഷെ ഞാൻ ഒന്നും വക വച്ചില്ല. ഞാൻ ആ പേരയ്ക്കയും കൊണ്ടുപോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നും രാവിലെ തന്നെ അവൻ ഒന്നും കഴിക്കാതെ ആയിരിക്കും വരുന്നത്. ഉച്ചയായപ്പോൾ ഒരു ദിവസം ഇവൻ്റെ അമ്മ 25-50 എന്തോ പൈസ കൊടുക്കും. ഒരു കടയിൽ പോയി പുട്ടോ ദോശയോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ചായക്കടയിൽ പോയി. അപ്പോൾ ആ സ്കൂളിനടുത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. നായരുടെ ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ നായരുടെ മക്കൾ ആ സ്കൂളിൽ പഠിക്കുകയാണ്. ഒരു കുട്ടി എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു കുട്ടി അതിനേക്കാളും കുറച്ചുകൂടെ മൂത്ത കുട്ടിയാണ്. നല്ല സുന്ദരികളായ 2 പെൺമക്കൾ. നല്ല പഠിക്കുന്ന പിള്ളേരുമാണ്. അങ്ങ് സാറന്മാർക്കൊക്കെ പ്രിയപ്പെട്ട മക്കളുമാണ്. സാറന്മാരുമൊക്കെ ഈ കടയിൽ പോയി ഭക്ഷണം ഊണ് കഴിക്കുകയൊക്കെ ചെയ്യുന്നതായതുകൊണ്ടും അവിടുത്തെ പിള്ളേരായതുകൊണ്ടും നല്ലോണം പഠിക്കുന്നതുകൊണ്ടും അവരൊക്കെ വലിയ ആളുകളായിരുന്നു. അപ്പോൾ ഈ സേതുവിന് പൈസ കൊടുത്തുകൊണ്ട് ഈ സേതു പോയി ഭക്ഷണം കഴിക്കും. സേതു ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് പോകരുതാണ്. അവൻ ഗ്രൗണ്ടിൽ എവിടെ പോയി കിടന്ന് കളിച്ച് ഈ പൈസ അങ്ങ് കളഞ്ഞു പോയി. പൈസ കൊടുക്കാനില്ല. ഇവൻ എന്തോ ചെയ്തു മിണ്ടാതെ ഇറങ്ങി പുറകുവശത്തോടെ അങ്ങ് പോയി. ഈ ഉടമസ്ഥൻ വന്ന് നോക്കുമ്പോൾ ഇവനെ കണ്ടില്ല. അപ്പോൾ ഇവൻ എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പോയി കഴിഞ്ഞു. ഇദ്ദേഹം ആ മുഖം എല്ലാം ഓർമ്മിച്ച് വെച്ചിരുന്നു കേട്ടോ. എന്നും അവൻ ഈ ചായക്ക് ഒരു ദിവസം പിറ്റേന്ന് എത്തിലേ പോയപ്പോൾ അവനെ പിടിച്ചു നിർത്തി പൈസ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് വല്ല ഇതിനെ രക്ഷപ്പെട്ടു. പിന്നെ അവൻ്റെ വീട്ടിൽ പൈസ ഉണ്ടോ കൊടുക്കാൻ? പൈസ ഒന്നും കാണത്തൊന്നുമില്ല. ഇത് ഒരു ദിവസത്തേക്ക് എന്നെ കൊടുക്കുന്ന കഷ്ടിച്ച, പിന്നെ ഒരു ദിവസത്തേക്കും കൂടെ കൊടുക്കാനൊന്നും അവരെ കാണത്തില്ല. അങ്ങനെ യവൻ പിന്നെ ഒളിച്ച് മുങ്ങി നടന്ന് ഈ കടയുടെ അവിടെ എത്തുമ്പോൾ ഓടിക്കളയും. ഇങ്ങനെ ഇറങ്ങി നിൽക്കും നോക്കിക്കൊണ്ട്. സ്കൂൾ വിടുന്ന സമയത്ത് പിള്ളേരുടെ കൂട്ടത്തിൽ കൂടെ അങ്ങ് നടക്കുമ്പോൾ പിന്നെ കാണത്തില്ല. അങ്ങനെ കുറേ നാൾ നടന്ന് അവസാനം പൈസ കൊണ്ട് കൊടുത്തു. എന്നാലും അയാളത് വാങ്ങിച്ചിട്ടേ വിട്ടുള്ളൂ. അത് ക്ഷമിച്ച് കളഞ്ഞില്ല. ആണ് ഞാൻ ഈ പറയുന്ന പോയിന്റ്. അയാളത് സഹിച്ചില്ല. ആ കുട്ടി അത് കഴിച്ചിട്ട് പോയി. അതിൻ്റെ പൈസ കളഞ്ഞു പോയി. അല്ലെ പൈസ ഇല്ലായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, 2 കഷ്ണം പുട്ട് അല്ലെങ്കിൽ 2 ദോശ അത് പോട്ടെന്ന് വെച്ചാൽ പോരെ. അയാൾക്ക് 2 മക്കളുള്ളതായിരുന്നല്ലോ. എന്തായാലും അയാൾ ക്ഷമിച്ചില്ല. എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ആ സേതുവിന് നമ്മുടെ കയ്യിലൊന്നും പൈസ ഇല്ല അന്ന് കൊടുക്കാൻ, സേതുവിന് കൊടുക്കാനായിട്ട്. അപ്പം കാലങ്ങൾ കഴിഞ്ഞു. പിന്നെ ഞാൻ ആ സ്കൂളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പിന്നെ പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞു അയാളുടെ 2 പെൺമക്കളിൽ 2ഉം നന്നായില്ല കേട്ടോ. നമ്മൾ നല്ലത് ചെയ്താലേ നമുക്ക് നല്ലത് വരുള്ളൂ. ഒരു കുട്ടിക്ക് ഹാർട്ടിന് പ്രശ്നമൊക്കെ ആയി, എൻ്റെ കൂടെ പഠിച്ച കുട്ടി രോഗിയായിട്ട് അത് അങ്ങനെ. മറ്റേ മൂത്ത കുട്ടിയാണെങ്കിൽ അവരുടെ പശുവിൻ്റെ പാല് കറക്കാൻ വരുന്ന കറവക്കാരൻ്റെ അവിടെ പോയി. അതിൻ്റെ ജീവിതം കുട്ടിച്ചോറായിപ്പോയി. തകരം നാണം കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. ഇന്നത്തെ പോലെയൊന്നും അല്ല അന്ന്. ഇന്നും നാണക്കേട് തന്നെയാണ്. ഇപ്പം മക്കൾ ഇറങ്ങി ഓടിച്ചോടിപ്പോയ നാണക്കേടല്ലേ? നാണക്കേട് തന്നെയാണ്. പക്ഷെ അന്ന് ചത്താൽ മതി, അത്രയ്ക്ക് നാണക്കേടാണ്. ഏതായാലും അങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഇതുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ മനസ്സിനകത്ത് എന്തോ ഒരു വിഷമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിൽക്കാലത്ത് ഞാൻ സേതുവിനെ കണ്ടപ്പോൾ അവൻ വളർന്നു വലുതായി, കല്യാണമൊക്കെ കഴിച്ച് നല്ല മിടുക്കനായിട്ട് ജോലി ചെയ്യുന്നു. അവനെ ഞാൻ തിരുവനന്തപുരത്ത് വട്ടപ്പാറ PMS നന്തൽ കോളേജ് എന്നൊരു കോളേജുണ്ട്, പ്രൈവറ്റ്. അപ്പോൾ ആ കോളേജിൻ്റെ പണി നടന്ന സമയത്ത് സേതു അവിടെ പണി കഴിഞ്ഞിട്ട് പോകുന്നത് ഞാൻ കണ്ടു. എന്നെ ആ ഭാഗത്താണ് കെട്ടിച്ചത്. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി ആ റോഡിൻ്റെ ഭാഗമൊക്കെ തൂത്തോണ്ടിരിക്കുമ്പോൾ അവൻ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ സേതു എന്ന് വിളിച്ച് അവൻ നോക്കി സംസാരിച്ച് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. എൻ്റെ പഴയകാല വറുതിയുടെ ഓർമ്മകൾ ഇത്രയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.